ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്നു. വിഷുക്കാലത്ത് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 50ഓളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരും. അപ്പോൾ ലോക കേരള സഭയൊക്കെ നടത്തി പണം എത്രത്തോളം ദൂരത്തടിച്ച് നമ്മൾ കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്തായിരിക്കും ഉദ്ദേശം സർക്കാരിൻ്റെ? കുറേ കാശ് പൊടിക്കുക, അതിൻ്റെ പേരിൽ കുറേ കാശ് എഴുതിയെടുക്കുക. ഈ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പൻ തന്നെ നടത്തുന്നുണ്ട്. മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും. അയ്യപ്പൻ്റെ അത്രയും ക്രൗഡ് പുള്ളറൊന്നുമല്ല ഈ ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡോ ഒന്നും. അദ്ദേഹം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ അവിടെ ആൾ കൂടുന്നത്, അല്ലാതെ ഇവരെ കാണാനൊന്നും അല്ലല്ലോ. ഇവരെന്ത് സംഗമം നടന്നത്, എവിടെ നടത്താൻ പോകുന്നത്, എവിടെ ഇതിന് സ്ഥലം? ഒരു ഇവൻ്റായിട്ട് നടത്താൻ നിങ്ങൾക്കൊരു സ്ഥലമൊക്കെ വേണ്ടേ? അതെ, ആ സ്ഥലം ഇല്ലല്ലോ. വിഷുക്കാലം തീർത്ഥാടന കാലമാണ്. ഇവരുടെ സംഗമത്തിന് വരുമോ അതോ അമ്പലത്തിൽ തൊഴാൻ പോവുക? നല്ല തിരക്കുമായിരിക്കില്ലേ? അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ പണം ധൂർത്തടിക്കാനുള്ള ഇപ്പം തന്നെ അതിന് കണക്കുമില്ല, ഗുമ്മിടിക്കുകയില്ല. ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് നടന്നിട്ട് എത്ര വർഷമായി? ഞാനിത് ചോദിച്ച് മതി. എനിക്ക് തോന്നുന്നത് 2017-18 ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് നടന്നിട്ടില്ല. ഈ നടക്കുന്ന ഓഡിറ്റ് തന്നെ സർക്കാർ ഓഡിറ്റാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പിന് കീഴിലുള്ളതാണ്. ഇത്രയൊക്കെ താൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കും. മരാമത്ത്, അതാണ് ഏറ്റവും വലിയ ചിലവ് ദേവസ്വം ബോർഡിൻ്റെ. മരാമത്തിന് ഓഡിറ്റില്ല. തുടക്കം മുതൽ മരാമത്ത് പണികൾക്ക് ഓഡിറ്റില്ല. ഒരു ഓഡിറ്റോറിയം പണിഞ്ഞു, മറ്റേ സദ്യ കൊടുക്കുന്ന സ്ഥലം പണിഞ്ഞു, ഇതിനൊന്നും ഓഡിറ്റില്ല. നടപ്പന്തൽ തകർന്നിട്ട് ഇതുവരെ പണിഞ്ഞു തീർത്തില്ല. അതിന് ഓഡിറ്റ്, ആ സാധനം ഓഡിറ്റിൽ നിന്ന് പുറത്താണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കലാപരിപാടി കേൾക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതൽ മരാമത്ത് പണിക്ക് ഓഡിറ്റില്ല. ബാക്കിയുള്ള വരവും ചിലവും ഒക്കെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൽ ഓഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായി. എനിക്കും സിനിജിക്കും ഒക്കെ ചെയ്യാം. കാരണം ആകെ വരവും ചിലവും 2 ഐറ്റമേ ഉള്ളൂ. വേറെ GST അത് ഇത് അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളൊന്നുമില്ല. സിമ്പിൾ സംഗതിയാണ്. എന്താ, ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇതാണ് ദേവസ്വം ബോർഡിലുള്ളത്. അത് സമയത്തോ നേരാമണോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഞാനൊരിക്കലും ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് പഴയതേ കിട്ടുകയുള്ളൂ. ലേറ്റസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ തരാൻ പറഞ്ഞു. അങ്ങനെയാണ് 2017-18 അതോ 16-17 എൻ്റെ കിട്ടിയത്. എന്തൊക്കെയാണ് ഓഡിറ്റർമാർ അതിലെഴുതിയിരിക്കുന്നത്? സകല അമ്പലങ്ങളിലും, ശബരിമല മാത്രമല്ല മറ്റെല്ലാ അമ്പലങ്ങളിലും തോന്നിവാസമാണ് നടക്കുന്നത്. ഒന്നിനും കണക്കില്ലാതെ. അമ്പലപ്പുഴ ഒരു ഇപ്പോൾ ഓർമ്മ വന്ന ഒരു സംഭവം ഞാൻ പറയാം. അമ്പലപ്പുഴ പാൽപ്പായസം അതെന്തോ 70 ലിറ്ററോ മറ്റാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ അവരെഴുതിയിരിക്കുന്നു, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഈ 70 ലിറ്റർ പോരാ ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ, ഇതിൽ കൂടുതൽ വേണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ വേറെ ആരുമായിട്ട് കൂടിച്ചേർന്നിട്ട് അമ്പലത്തിനടുത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് വീട്ടിലോ മറ്റുമാണ് അവിടെ ഈ പാൽപ്പായസം വിൽക്കുന്നുണ്ട്. കൗണ്ടറിൽ നോക്കുക, കൗണ്ടറിൽ പായസം തീർന്നു എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കും. അപ്പോഴും ആൾക്കാർ വരുമല്ലോ, ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പുറത്തുണ്ട്, അവിടെ നിന്ന് മേടിച്ചു. ഇത് തന്നെയാണ് തന്നെ, കലർപ്പൊന്നുമില്ല, ധൈര്യമായിട്ട് മേടിച്ചു. ഇങ്ങനെ ബ്ലാക്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം വിൽക്കുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പറയുന്നു, ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല. അടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ അവരെഴുതുന്നു, ഞങ്ങളുടെ നിർദ്ദേശം പരിഗണിച്ചിട്ട് ആ സെറ്റ് ഓഫ് ആൾക്കാരെ മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു. ഇപ്പം 120 ലിറ്റർ പായസം ഉണ്ടാക്കുന്നുണ്ട്, അതും എല്ലാ ദിവസവും തീർന്നു പോകുന്നുണ്ട്. ഇതാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് 70 ലിറ്റർ ബാക്കി വിറ്റുകൊണ്ടിരുന്ന കാശ് ആരുടെ കയ്യിൽ പൊയ്ക്കൊണ്ടിരുന്നു? അമ്പലത്തിലുണ്ടാക്കുന്ന പായസം മറ്റ് മാർഗങ്ങളിലൂടെ വിറ്റ് കാശുണ്ടാക്കുക. ഇതിന് കണക്കില്ല. അതുപോലെ എണ്ണ പല അമ്പലങ്ങളും റീസൈക്കിൾ ചെയ്യും. എണ്ണ കൊണ്ടുപോയി കിടാവിളക്കിലൊക്കെ ഒഴിക്കുമല്ലോ, എല്ലാവരും ഒഴിച്ച് കഴിയുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്ത് പോകും. അത് ഒരു ട്യൂബിലൂടെ ശേഖരിക്കും. അത് തന്നെ കുപ്പിയിലാക്കിയിട്ട് വീണ്ടും വയ്ക്കും. ആളുകൾ അത് വാങ്ങിച്ച് വീണ്ടും ഒഴിക്കും. ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് റെക്കോർഡിൽ വരുന്നത് ഈ പുതിയ കുപ്പി എണ്ണ വിറ്റതായിരുന്നു. അങ്ങനെ റെക്കോർഡിൽ. അതിനുവേണ്ടി
വാങ്ങിയാലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അതെ. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ അമ്പലത്തിൽ. അപ്പോൾ അത് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ്. ഇങ്ങനെയൊക്കെ ചെയ്ത് അഴിമതിയുടെ കൂത്തരങ്ങാണ്. ഇത് കൂടാതെ ഭക്തജന സമിതിയും മോശമൊന്നുമല്ല കേട്ടോ. എല്ലാ അമ്പലങ്ങളിലും ഉപദേശക സമിതിയുണ്ട്. ഒരമ്പലത്തിൽ ഞാൻ പറഞ്ഞ് അത് വഷളാകുമല്ലോ എന്ന് വിചാരിച്ച് പേര് പറയുന്നില്ല. ഒരമ്പലത്തിലെ ഉപദേശക സമിതി ഉത്സവത്തിന് കഥകളി നടത്തി. കഥകളിക്ക് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ തൊട്ടടുത്ത സ്വർണ്ണക്കടക്കാരൻ സ്പോൺസർ ചെയ്തു. കഥകളി എൻ്റെ വക. ഉപദേശക സമിതിക്ക് സന്തോഷം. ഉപദേശക സമിതി സ്വർണ്ണക്കടക്കാരനെ കൊണ്ട് കഥകളിക്കാർക്ക് 6 ലക്ഷം രൂപ കൊടുപ്പിച്ചു. എന്നിട്ട് ഇവർ പിരിച്ച കാശുണ്ടല്ല, അതിൽ 6 ലക്ഷം രൂപ കഥകളിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവർ പോക്കറ്റിലാക്കി. ആരും ഇത് അറിയുന്നില്ല. ഓഡിറ്റ് വരുന്നത് 2 വർഷത്തിന് ശേഷമാണ്. അപ്പോഴത്തേക്ക് ഉപദേശ സമിതിയിലെ ആൾക്കാർ മാറി വേറെ ആൾക്കാർ വന്നു. പഴയ ആൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഓഡിറ്റർ എഴുതി വെച്ചു, ഇങ്ങനെ 6 ലക്ഷം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ട്, ബട്ട് ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇതിൻ്റെ മൂർധന്യത്തിലാണ് ശബരിമല നടക്കുന്നത്. ഇത്രയും തിരക്കൊന്നുമില്ലാതിരുന്ന കാലത്ത്, കൊടിമരം പോലും ഇല്ലാതിരുന്ന കാലത്ത്, ശ്രീകോവിൽ മാത്രമായിട്ട് ശബരിമല നിൽക്കുന്ന കാലത്ത് ശബരിമലയിൽ പോയവനാണ് ഞാൻ. അന്ന് പോയി ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയാം. അന്ന് ദേവസ്വത്തിൽ ഡെപ്യൂട്ടേഷനിൽ വന്നൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അയാളാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്, നീ ഇവിടെ വാ, എൻ്റെ കൂടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ പോയി. എന്നെയും കൊണ്ട് ഞാനൊരു തമാശ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അമ്പലത്തിൻ്റെ വടക്ക് വശത്ത് അന്ന് വന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നു. അതിൽ അരിയുണ്ട്, മഞ്ഞളുണ്ട്, കുരുമുളകുണ്ട്, വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രജിസ്റ്ററുമായിട്ട് ഒരാൾ നിൽക്കുന്നു. ഒരു 4 പേരുണ്ട്. ലേലം ചെയ്യാൻ ഒരു ചാക്ക് പാലക്കാടൻ മട്ട. ഇത് ഇപ്പം ഞാൻ പറയുന്ന ഇത്രയും ഉറക്കെ പോലുമില്ല, മന്ത്രിക്കുന്ന പോലെയാണ്. ഒരു ചാക്ക് പാലക്കാടൻ മട്ട 25 രൂപ. 25 രൂപ ഒരു തരം, 25 രൂപ 2 തരം, 25 രൂപ 3 തരം. വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല. ലേലം നടക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റില്ല. അവിടെ നിൽക്കുന്നവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇത്. എൻ്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ടുപോയി, ഞങ്ങൾ ഈ പറയുന്ന ആളിൻ്റെ തൊട്ട് പുറകിൽ ഞങ്ങൾ നിന്നു. അപ്പോൾ അവരൊന്ന് സംശയിച്ച് ഞങ്ങളെ നോക്കി. അന്ന് ഞാൻ തീരെ ചെറുപ്പമാണ്, അതുകൊണ്ട് അവർക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ വന്നവനൊന്നുമല്ല, വെറുതെ വായി നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരാണെന്നുള്ള മട്ടിൽ അവർ വിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റി. ഇതാണ് പരിപാടി ചെയ്യുന്നത്. ഇത് 25 രൂപ 30 രൂപയ്ക്ക് ഇവരങ്ങ് എഴുതിയെടുക്കുകയാണ്. ലേലം ചെയ്തതായിട്ട് റെക്കോർഡ്. ഒരു ചാക്ക് പാലക്കാടൻ മട്ട അരി 25 രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച ഒരാൾ, വെറും 25 റുപ്പീസ്. ഇത് ശബരിമല സന്നിധാനത്തിൽ ഞാൻ സാക്ഷിയായിട്ട് നടന്ന സംഭവമാണ്. അന്ന് ഈ പറഞ്ഞ വലിയ തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര വലിയ ബഹളം സംഗതിയൊന്നുമില്ല. അന്ന് ഈ ആചാര സംരക്ഷകരില്ല, കൊടിമരമില്ല, സ്വർണം പൊതിഞ്ഞിട്ടില്ല, മുൻവശത്തെ എടുപ്പുകളൊന്നുമില്ല. ശ്രീകോവിൽ ഒറിജിനൽ ശബരിമല, ശ്രീകോവിൽ മാത്രമായിട്ടുള്ള അയ്യപ്പൻ. അപ്പോൾ അതിനുശേഷവും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ആചാരം സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട് ഈശ്വരൻ്റെ, സ്വത്ത് സംരക്ഷിക്കാൻ ആരുമില്ല. ഈ സ്വത്ത്, ദൈവത്തിന് സ്വത്ത് ആവശ്യമില്ലല്ലോ, സ്വത്ത് ആവശ്യമുള്ളത് ഭക്തജനങ്ങൾക്കാണ്. പക്ഷേ അവർക്ക് അതേ ചൊല്ലി യാതൊരു ദണ്ണവുമില്ല. ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്യും. ഒരു ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് ഒരാൾ കയറി എന്ന് വെച്ചോ, അത് ചോദ്യം ചെയ്യാൻ 150 പേരുണ്ടാവും. ഷർട്ടിട്ട് കയറരുത്, ഒരു ഷർട്ട് മാറ്റ് എന്ന് പറയാൻ 150 പേരുണ്ടാകും. ഒരാൾ സ്വർണത്തിൻ്റെ ഒരു ഉരുളിയുമായിട്ട് ഇറങ്ങിപ്പോകുന്നു. അവിടെ നിൽക്കുക, എന്താ കാര്യം, നിങ്ങളെവിടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കാൻ എത്ര പേരുണ്ടാകും? ആരും ഉണ്ടാവില്ല. അത്ഭുതപ്പെടുത്തുന്ന ആചാര സംരക്ഷണവും അത്ഭുതപ്പെടുത്തുന്ന ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ അസറ്റ് ഓഫ് ദ ടെമ്പിൾ. ദേവസ്വം ബോർഡ് ഇതിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. അവർക്കിപ്പോൾ ആചാരം തൊലഞ്ഞാലെന്താ, ആരെന്ത് ചെയ്യാലെന്താ, അവർക്കും ഇഷ്ടം പോലെ കാശ് ധൂർത്തടിക്കാനുള്ള അവസരം കിട്ടുന്നു. എനിക്ക് ഭക്തജനങ്ങളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ ഒരാഴ്ച കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ ഹാളിൽ അവിടെ പോയി ഇരിക്കുക, അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സ് കേൾക്കുക. നിങ്ങൾക്ക് അഴിമതിയുടെ എത്ര ഭീകരമായ കാഴ്ച കാണാൻ പറ്റും.
ഹൈക്കോടതി നിയന്ത്രിക്കുന്നതുകൊണ്ടും കടിഞ്ഞാണിടുന്നതുകൊണ്ടും കുറേ അധികം വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ഹൈക്കോടതിയുടെ പിടിക്കപ്പുറത്തും ഒരുപാട് നടക്കുന്നുണ്ട്. ഇതെത്രയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഏകദേശം ഐഡിയ കിട്ടാനാണ് ഞാൻ കോടതി മുറിയിൽ പോയി ഇരിക്കാൻ പറയുന്നത്. ഒരാഴ്ച വേണമെങ്കിൽ വേണ്ട, ഒരു ദിവസമെങ്കിലും ഒന്നിരുന്ന് നോക്ക്. സീ ദ കേസസ് വിച്ച് ആർ ബീങ് ഡെൽറ്റ് ബൈ ദ കോർട്ട്. ഭീകരാവസ്ഥയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം എല്ലാ മണ്ഡലവിളക്കിനും മകരവിളക്കിനും മണ്ഡലം കാലത്തും മകരവിളക്ക് കാലത്തും നടക്കുന്നു. അവിടെ അയ്യപ്പനെ കാണാനായിട്ട് ആഗോളതലത്തിലാണ് ആൾക്കാർ വരുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നുണ്ട്. വേഷം കൊണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കും. കറുത്ത മുണ്ട്, കറുത്ത ഷർട്ട്, ചിലപ്പോൾ ഷർട്ട് ഇടുകയില്ല, ഇങ്ങനെ ഇരിക്കും മാലയൊക്കെ ഇട്ട്. നിങ്ങൾ എന്ത് സംഗമം നടത്താൻ പോകുന്നു? പിന്നെ അയ്യപ്പനേക്കാൾ വലിയ അയ്യപ്പന് അതൊന്നും കാണണമല്ലോ. അപ്പോൾ ഈ മറ്റേ ലോക കേരള സഭ പോലെ മറ്റൊരു അഴിമതി, അതിലൂടെ കുറേ കൂടെ കാശ് ധൂർത്തടിക്കാനും വെട്ടിക്കാനും ഒക്കെയുള്ള ഒരു ഏർപ്പാട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. പൊതുജനങ്ങൾ പ്രതികരിക്കുമായിരിക്കുമോ? ഇല്ല, പ്രതികരിക്കില്ല. ഭക്തർ ഭക്തരും പ്രതികരിക്കില്ല. ഭക്തർ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഷർട്ട് ഇടുന്നുണ്ടോ ചെരുപ്പിടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളിലാണ് ഭക്തന്മാർ കയറി ചൂടാകുന്നത്. അല്ലാതെ ഒരു കാര്യത്തിനും ഭക്തന്മാർ ചൂടായിട്ടൊന്നുമില്ല. അവർക്കത് പ്രശ്നമില്ല. സ്വർണ്ണമാല കൊണ്ടുപോയി കൊണ്ടുപോട്ടെ, വേറെ അടുത്ത മാല കൊടുക്കാൻ ഞങ്ങളെന്ന് പറയും. അതിലൊരു വിചിത്രമായ മാനസികാവസ്ഥയാണ്. പക്ഷേ അതുകൊണ്ട് ഭക്തന്മാർക്ക്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടുന്നില്ല. അപ്പം ഇപ്പം വിട്ടാൽ അതൊരു വിവാദമാവുമെന്ന് പേടിച്ചിട്ടായിരിക്കുമോ? തീർച്ചയായിട്ടും വിവാദമൊക്കെ ആകും, എല്ലാവരും വിമർശിക്കുകയും ചെയ്യും. ബട്ട് സ്റ്റിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് കോടികൾ തൊലച്ചാൽ ഭക്തന്മാരൊന്നും മിണ്ടില്ല. ഈശ്വരൻ്റെ സ്വത്തെടുത്ത് പണമെടുത്തിട്ട് ധൂർത്തടിക്കുന്നതിൽ ഭക്തന്മാർക്ക് ഒരു ദണ്ണവും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഒന്നും ഒറ്റയൊക്കെ ആൾക്കാരുണ്ട്. അവർ ഹൈക്കോടതി കയറി ഇറങ്ങി അവരുടെ ജീവിതം പാഴാകുകയാണ്. ഹൈക്കോടതി കുറേയൊക്കെ ഇടപെടും. അതിൽ കവിഞ്ഞിപ്പോൾ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കേസിൻ്റെയും മെരിറ്റ് നോക്കി ഹൈക്കോടതി വിധിച്ച് പിടിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ആൾ മാറി വേറൊരാൾ വന്നു. എത്ര ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിയമിച്ചിരിക്കുന്നു ഹൈക്കോടതി. ഹൈക്കോടതി ഒടുവിൽ പറഞ്ഞു, ഇനി ഞങ്ങളറിയാതെ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കരുത് എന്ന് വരെ പറഞ്ഞു. എന്നിട്ടും അവരെ നിയമിച്ചു കഴിയുമ്പോൾ അവരെ നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതി ആരെങ്കിലും അറിയിക്കണ്ടേ? അതിനൊരാൾ പോകണ്ടേ കോടതിയിൽ ഹർജിയുമായിട്ട്? ആര് പോകും? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.